ഹായ് നമസ്കാരം, എല്ലാ മഞ്ചന്മാർക്കും മഞ്ചത്തിമാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ വന്നിരിക്കുന്ന അയ്യൻമട ഗുഹയിലാണ്, അയ്യൻമട കേവ്. ഇത് സ്ഥിതി ചെയ്യുന്നത് മണ്ഡലത്ത് നിന്ന് ഏകദേശം 3 കിലോമീറ്റർ ദൂരെയാണ്. ഇപ്പോൾ ഇവിടെ വരാൻ എളുപ്പമാണ്, പക്ഷേ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടില്ല. ഞങ്ങളിപ്പോൾ റോഡിൽ എത്തിയതേ ഉള്ളൂ. അപ്പം ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് നമുക്ക് ഈ ഗുഹയെ കുറിച്ചുള്ളതാണ്. അപ്പോൾ ഗുഹയുടെ അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ ഇതാണ് അയ്യൻമട ഗുഹയിലേക്കുള്ള വഴി. ഇതുണ്ട്, ഞങ്ങളിവിടെ വണ്ടി നിർത്തിയിട്ടു. അപ്പോൾ ഇവിടുന്ന് ഞങ്ങളങ്ങനെ ഞങ്ങൾ വന്ന വഴി. അപ്പം ഞങ്ങൾ നേരെ ഗുഹയിലേക്ക് പോവാം കേട്ടോ. നമുക്ക് പോയി നോക്കാം എങ്ങനെയായിരിക്കും ഗുഹയുടെ വിഷ്വലെന്ന്. നമ്മളങ്ങനെ പോവുകയാണ്. അയ്യൻമട ഗുഹ ഇത് നടുവിൽ മണ്ഡലം, കണ്ണൂർ ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പം നടുവിൽ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് മണ്ഡലത്തേക്ക് ഏകദേശം 3 കിലോമീറ്ററും മണ്ഡലത്ത് നിന്ന് ഈ ഗുഹയിലേക്ക് ഏകദേശം 3 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഇവിടെയെല്ലാം മരമൊക്കെ മുറിച്ചിട്ട് കേട്ടോ, അതുകൊണ്ട് സൂക്ഷിച്ചിറങ്ങാം കേട്ടോടി, സൂക്ഷിച്ചിറങ്ങണേ. ഇതെല്ലാം ഇവിടെ ഒരു വഴിയുണ്ട് കേട്ടോ. അയ്യോ, ഇവിടെ തെന്നുന്നുണ്ട് കേട്ടോ. നീ വരണമെന്നില്ല, കാരണം അമ്മാതിരി ചളിയാ. പേടി. പക്ഷേ ലൈറ്റ് വേണ്ട വരൂലേ, ഗുഹയുടെ ഉള്ളിലേക്ക് പോയാൽ ലൈറ്റ് വേണം. മൊബൈൽ വേണ്ട വരും, നിൻ്റെ മൊബൈൽ വരണം. നീ ഇങ്ങോട്ട് ഇറങ്ങി പാടിയേ. ഇവിടം വരവാ, ഇങ്ങോട്ട് വാ, ഇവിടം വരവാ. ഒരു തോട് പോലെ ഒഴുകുന്നുണ്ട്, ഒരു ഉറവ ഒഴുകുന്നുണ്ട്. അതിനകത്തൂടെയാണ് നമ്മൾ പോകേണ്ടത്. ആ ഓക്കെ ഓക്കെ, ഇതാണ് കേട്ടോ കേവ് ഇതാണ്. ഇപ്പോൾ കൊള്ളാം. എടി എവിടെ ഉണ്ടേ, ഇങ്ങോട്ട് വാ. ഇതല്ല കേവ്. പറഞ്ഞേ, ഇവിടെ ഗുഹയ്ക്കകത്തോടി വെള്ളം ഒഴുകുന്നുണ്ട്. അപ്പം ഗുഹയുടെ വിശേഷങ്ങൾ ഇതാണ് ഗുഹ. കണ്ടോ ഗുഹ. ഗുഹയുടെ ഉള്ളിലേക്ക് ഇതുണ്ട്. ഇവിടെ നിന്നൊക്കെ ഉറവ് പൊട്ടിയിട്ടുണ്ട്. ഇതുണ്ടോ, ഉറവ് വരുന്നുണ്ടോ? എല്ലായിടത്തും ഉറവ് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ ഗുഹ, കണ്ടോ. അയ്യൻമട കേവ്, ഇതിനറിയപ്പെടുന്ന അയ്യൻമട കേവ് എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കേവിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പോവാം കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ഗുഹയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. ലൈറ്റില്ല, ഗുഹ പ്രത്യേകിച്ച് ലൈറ്റ് ഉണ്ടാവില്ല. നമ്മൾ ലൈറ്റ് എടുത്തില്ല. ഫ്ലാഷ് ലൈറ്റ് അടിച്ച് നോക്കാം എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടാവുമെന്ന്. അപ്പോൾ ഇവിടെ വരുമ്പോൾ തന്നെ ഒരു മുഴക്കം വന്നു കേട്ടോ. ഇവിടെ വരുമ്പോൾ തന്നെ ഒരു സൗണ്ടിനൊരു മുഴക്കം വന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു സൗണ്ടിനൊരു മുഴക്കം കേട്ടോ. അതായത് ഗുഹയുടെ ആ ഒരു അതാണ് ആ മുഴക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോടി. ഇവിടെ വന്നപ്പോഴത്തെ മുഴക്കം വന്നു ഗുഹയുടെ. നമ്മൾ കേവിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള പരിപാടിയാണ്. നമുക്ക് നോക്കാം എത്രത്തോളം വിജയകരമാകുമെന്നും. ഓക്കെ, യെസ്, കയറാം. തെന്നത്തില്ല. ഇവിടെ ചവിട്ടുക, ഇവിടെ പിടിക്കുക, ഇവിടെ ചവിട്ടുക. ഗുഹയിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ്. അയ്യൻമട കേവ്. പക്ഷേ ഇതിനകത്ത് വെട്ടമൊന്നുമില്ലല്ലോടി. ഉണ്ട്, ഇതിനകത്തൂടെ വെള്ളം ഒഴുകുന്നുണ്ട് കേട്ടോ. വവ്വാലുണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. ആ ഇതാടി കേവ്. വാ, ഉള്ളിലേക്ക് കയറാലോ. ഇപ്പം മുഴക്കമായാലടി. ഇതുണ്ടോ കേവിൻ്റെ ഉൾവശം കേട്ടോ. ഇത് കുറച്ച് നല്ല ദൂരം ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. നമ്മളിവിടെ അടുത്ത വീടുകളിൽ ചോദിച്ചു കഴിഞ്ഞപ്പം
നല്ല ദൂരം ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ അവർ പറഞ്ഞത്. അവൻ കയറി നമ്മൾ നോക്കിയിട്ടില്ല ഇതുവരെ. ഇത് വെട്ടം അത്യാവശ്യം നമുക്ക് വെട്ടം കിട്ടുന്നുണ്ടല്ലേ. ഇവിടെ നിന്നൊക്കെ വെള്ളം ലീക്കുണ്ട് കേട്ടോ. ഇതാണ് സംഭവം, കേവ്. എടി അത്യാവശ്യം വെട്ടം കിട്ടുന്നുണ്ട് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇടുങ്ങിയതടി, നമുക്കങ്ങനെ പോകാൻ പറ്റില്ല. ഇതുണ്ടോ പുറത്തേക്കുള്ള വ്യൂ, കേവിൻ്റെ പുറത്തേക്കുള്ള വ്യൂ ആയിട്ട് ഇതുണ്ടോ. അകത്ത് ചെന്ന് കഴിഞ്ഞാൽ നല്ല ഇടുക്കാണ്, അതുകൊണ്ട് ഉള്ളിലേക്ക് കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അത് മാത്രമല്ല, നല്ല ദൂരമുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക്. പക്ഷെ ഇടുക്കമാണ്, നമുക്ക് നിൽക്കാൻ പറ്റില്ല. ഒരാൾക്ക് നിൽക്കാൻ പറ്റുന്നതിലും കാട്ടിലും ഇടുക്കമുള്ളത് കൊണ്ട് എടേ നല്ല ഇടുക്ക. ഉള്ളിലേക്ക് അങ്ങനെ നമുക്കങ്ങനെ നടന്നു പോകാൻ പറ്റത്തില്ല, നേരെ നിൽക്കാൻ പറ്റുന്നില്ല. നീ വന്നേ, ജസ്റ്റ് ഇങ്ങോട്ട് വാ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇതുണ്ടോ, ഇവിടെ എല്ലാം ലീക്കുണ്ട് കേട്ടോ. ഈ ലീക്കുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഈ ഉറവയുടെയാണ്. അപ്പോൾ ഒരുപക്ഷെ ഇത് ഇടിഞ്ഞ് താഴെ വീഴാൻ ചാൻസ് കൂടുതലാണ്. അങ്ങനെ ചാൻസ് കൂടുതലായിട്ടുണ്ട് ഇവിടുത്തെ ലീക്കുള്ളത് കൊണ്ട്, ഇത് പനച്ചിറങ്ങുന്നത് കൊണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ മുകളിൽ വേറെ മറ്റ് സംഭവങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഒരുപക്ഷെ ഇത് ഇടിഞ്ഞ് വീഴാം. അതുകൊണ്ട് ഇങ്ങനത്തെ ഗുഹകളിലൊക്കെ പോകുന്നവർ കെയർഫുള്ളായിട്ട് മാത്രം ഗുഹകൾക്കുള്ളിൽ സ്പെൻഡ് ചെയ്യാം ടൈം. ഓക്കെ, ഇങ്ങോട്ട് വന്ന് നോക്കുക, അവിടെ ഇടുക്കുക. അപ്പുറത്തേക്ക് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പോകണ്ടല്ലേ. പിന്നെ അത് മാത്രമല്ല, ഇത് കണ്ടോ ഈ വെള്ളം ഇങ്ങനെ ഇറങ്ങുന്നത്, ഇത് ഇടിയാൻ ചാൻസ് ഇല്ലേ? ഇടിയാൻ ചാൻസ് ഉണ്ട്. ഇത് കണ്ടോ, ഇതിങ്ങനെ വെള്ളം ഇങ്ങനെ ഉറ്റുന്നുണ്ട്. ഇത് കണ്ടോ, ക്ലിയറായിട്ട് മനസ്സിലാകുന്നത് കണ്ടോ ഇല്ലേ? ഇടിയാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ കാറൊക്കെ ഒന്നാമത് ഇവിടെ കുറേ ഉറവുകളുണ്ട്. ഇവിടെ കുറേ നമ്മൾ വന്ന സമയത്ത് കുറേ ഉറവുകൾ നമ്മൾ കണ്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇടിയാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഗുഹയിലൊക്കെ വരുന്നവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. കുറച്ച് റിസ്ക്കാണ്, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഉറവുകളും കാര്യങ്ങളൊക്കെയുള്ള ഗുഹകൾ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിപ്പോൾ നിങ്ങൾ ഇത് കണ്ടോ, ഈ നല്ല വെള്ളം ഒഴുകുന്നത് തന്നെ, ഈ ഒരു നല്ല വെള്ളം ഒഴുകുന്നത് തന്നെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഉറവയുള്ളത് കൊണ്ടാണ്. അല്ല ഇതുകൊണ്ടോ, അത് മൊത്തം നനഞ്ഞിരിക്കുന്നുണ്ടോടി. പിന്നെ ആ മരം കണ്ടോ, മരവും കാര്യങ്ങളൊക്കെ കണ്ടോ. ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കുക കേട്ടോ, ഇതൊക്കെ ശരിക്കും നനഞ്ഞിരിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, കെയർഫുള്ളായിരിക്കുക, അതാണ് പറയാനുള്ളത്. കെയർഫുള്ളായിരിക്കുക. ഇത് പിന്നെ കുറച്ച് ദൂരം ഉണ്ട്, നമുക്ക് ആ ദൂരത്തേക്ക് പോകാൻ പറ്റില്ല. നമ്മൾ കയറിയ ഭാഗം വരെ നമുക്ക് ആ ഉള്ളിലേക്ക് കയറാനുള്ള സാഹചര്യം ഇപ്പോൾ ഉള്ളൂ. ശരി, ഇപ്പം നിലവിൽ അങ്ങോട്ട് കയറാനുള്ള സാഹചര്യം ഇല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കയറിയില്ലേ, ആ ഒരു കയറിയ ഭാഗം വരെ മാത്രമേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ കയറാൻ പറ്റത്തില്ല, നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. അതാണ് കുഴപ്പം. അപ്പോൾ അതുമാത്രമല്ല, നമ്മൾ അധികം നേരം ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ സ്പെൻഡ് ചെയ്യുന്ന റിസ്ക്കാണ്. കാരണം ഞാൻ നേരത്തെ കാണിച്ചു തന്നപോലെ തന്നെ ഉറവുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ മണ്ണിൻ്റെ മുകളിൽ നിന്ന് നല്ല ലീക്കിംഗ് ഉണ്ട്. അതായത് ഉറവയുടെ കാരണത്താലാണ്. അപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ ഇവിടെ മണ്ണിടിയാനുള്ള ചാൻസുകളുണ്ട്. ഇവിടെയൊക്കെ മണ്ണിടിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ മണ്ണിടിഞ്ഞാണ് പണ്ട്. അപ്പോൾ ആ ഒരു ചാൻസ് വെച്ചിട്ട് നമ്മൾ അധികം റിസ്ക് എടുത്ത് കയറാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലൊന്നുമില്ല അറിയിക്കാനായിട്ട്, മണ്ണെങ്ങാനും വീണ്. അപ്പോൾ എല്ലാവരും ഞാൻ ഒന്നുകൂടി പറയട്ടെ, ഇത്തരത്തിലുള്ള ഗുഹകളിലൊക്കെ പോകുന്നവർ തീർച്ചയായിട്ടും കെയർഫുള്ളായിരിക്കുക. ഒരിക്കലും നമ്മൾ വിചാരിക്കുന്ന രീതിയിലായിരിക്കില്ല ഉൾവശം എന്ന് പറയുന്നത്. ഓക്കെ, കാരണം നമ്മളൊരു ഗുഹയിൽ പോയിട്ട്, അതേത് ഗുഹയായിരുന്നു? കുഞ്ഞിപ്പറമ്പ് ഗുഹയിൽ നമ്മൾ പോയിട്ട് അത് ഭയങ്കര സീനുള്ള ഗുഹയായിട്ട് മാറിയായിരുന്നു. കാരണം വെച്ചാൽ അവിടെ മൊത്തം ഇടിഞ്ഞ് വീണിട്ട് മഴയുടെ സാഹചര്യം. ഈ കൂടുതൽ ഇടിയെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം ഉറവ പുറപ്പെടുവിച്ച് ഇങ്ങനെ പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇടിയും, അത് ഉറപ്പാണ്.
അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉറവയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കെയർഫുള്ളായിട്ട് മാത്രം അധികം നേരം ഇതിനകത്ത് സ്പെൻഡ് ചെയ്യരുത്. ഫസ്റ്റ് അധികം നേരം സ്പെൻഡ് ചെയ്യരുത്. അപ്പോൾ നമ്മൾ അത്രയും കെയർഫുള്ളായിട്ട് മാത്രമേ പോകാൻ പാടുള്ളൂ. ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മാത്രം ഇതിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുക. അപ്പോൾ എന്താണെങ്കിലും ഈ കേവിനെ കുറിച്ചുള്ള വിശേഷം ഇതാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള വഴികളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ പോയതിനപ്പുറത്തേക്ക് പോകുക എന്ന് പറയുന്നത് നമുക്കിങ്ങനെ എഴഞ്ഞ് കയറി പോകണം. പണ്ട് ചിലപ്പോൾ പോകാൻ പറ്റുമായിരിക്കും, പക്ഷേ ഇപ്പോൾ എന്താ അറിയില്ല, എഴഞ്ഞ് കയറി പോകണം. അപ്പോൾ അങ്ങനെ പോകുന്നത് എത്രത്തോളം നല്ലതായിരിക്കും എന്ന് അറിഞ്ഞുകൂടാ. പിന്നെ ലൈറ്റും കാര്യങ്ങളും നമ്മുടെ ഇല്ല. അപ്പോൾ എന്താണെങ്കിലും ഇനിയൊരു ദിവസം നമ്മൾ ലൈറ്റൊക്കെ ആയിട്ട് നമ്മളൊന്ന് ട്രൈ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ്, ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള മറുപടി നമ്മൾ തരുന്നതാണ്. ഓക്കെ, അപ്പം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു സ്ഥലവുമായിട്ടോ ഇല്ല മറ്റൊരു ചലഞ്ചുമായിട്ടോ വീണ്ടും കാണുന്നവരെ ബായ്.